ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ ഡേ ആണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫോർച്യൂൺ റിട്രീറ്റ്സ് എന്നുള്ള ഞങ്ങളുടെ കോട്ടേജിൽ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട്. കാരണം ഞങ്ങൾ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ പ്ലേസുകളും ഒക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയ വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എന്നാലും 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് ഡേയിലോട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതായത് ലൗഡേയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോയ് ട്രെയിനിൽ ഉള്ള യാത്രയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഇവിടുന്ന് ലൗഡേയിലോട്ടൊരു 3 കിലോമീറ്റേഴ്സാണ് ഊട്ടി ടൗണിൽ നിന്നുള്ളത്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് അടുക്കും തോറും പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ കിലുക്കം സിനിമയാണ്. അതായത് രേവതി വന്ന് ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ആ ഒരു എൻട്രി എത്തുമ്പോഴത്തേക്കും ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള എൻട്രി പോർഷനാണിത്. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഈ സ്റ്റേഷനിലില്ലായിരുന്നു. ഇത് ലൗഡേൽ സ്റ്റേഷനിലെ ഓഫീസായിരുന്നു ഇത്. അപ്പം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഉദംഗമണ്ഡലം എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ട്. അത് ലൗഡേൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പായിരുന്നു. അവിടം വരെ ഉള്ള ടിക്കറ്റ് ഞങ്ങളെടുത്തു. അപ്പം ഒരാൾക്ക് 135 രൂപ വെച്ചിട്ടായിരുന്നു ഫെയർ വന്നിരുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ട്രെയിൻ വരാൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് മാറി. ഞങ്ങൾ കുറച്ച് വീഡിയോസ്, ഫോട്ടോസ്, പിന്നെ അവിടെ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്ന റീൽസ് അതൊക്കെ ഞങ്ങൾ എടുത്തു. ഇതായിരുന്നു ടിക്കറ്റ് വന്നിട്ട് 135 രൂപ ഒരാൾ. ഇവിടെയും ഒരു രക്ഷയില്ല കേട്ടോ. കാറ്റും തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും തണുപ്പുമാണ് ഈ ഭാഗത്തും അടിക്കുന്നത്. ഈ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ആ വെയിലിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇവിടെ നിന്നാൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് റീലിൻ്റെ റിഹേഴ്സലൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കിലുക്കൻ സിനിമ ഈ റീലിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ റീൽ ചെയ്യുന്നത് കണ്ട് ഒരു താല്പര്യം വന്നിട്ട് ഏട്ടനും സന്ദീപും കൂടെ അടുത്തൊരു റീൽ ചെയ്യാനുള്ള റിഹേഴ്സലാണിത്. ഇതിനകത്ത് ഇന്നസെൻ്റ് തിലകനോട് പറയുന്നൊരു ഡയലോഗാണ് ഇവർ എടുത്തത്. അങ്ങനെ ഈ റീലിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പല ആംഗിളിലും പല സ്റ്റൈലുകളിലും പല പോസുകളിലും ട്രയൽ നോക്കുന്നതിൻ്റെ രംഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അവർ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നൊരു ട്രെയിൻ ഡയറക്റ്റ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിപ്പോയി ഞങ്ങൾ പിന്നെ അത് വരുന്ന ആ രംഗമൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു എല്ലാവരും. ഒരു ഭയങ്കര എന്താ പറയുക, നമ്മൾ ആ കാത്തിരുന്ന് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയ്ക്കായിട്ടുള്ള ഒരു പാസഞ്ചേഴ്സിനെ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തില്ല. എല്ലാവരും ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണ് കൂടുതലും. ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും അതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ട്രെയിൻ എടുത്തു. ശരിക്കും നമ്മൾ ആ ടി വിയിൽ കാണുന്ന അതേ ഒരു പഴയ സ്റ്റൈലിലെ ആ ട്രെയിൻ തന്നെയാണ്.
പോകുമ്പോൾ രണ്ട് സൈഡും കുന്നും തേയിലത്തോട്ടങ്ങളും മരങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാഴ്ചകളൊന്നുമില്ല. ഇത് തന്നെ നല്ല രസമാണ്. ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പം പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്കാർക്കും നമുക്കുള്ള അതേ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീലിംഗ് ആണ്. അത് അവരാ താഴെ നിൽക്കുന്നവരുടെ മുഖത്തൊന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ട്രെയിൻ വളയുമ്പോൾ ഉള്ളൊരു ഭംഗി, അതൊക്കെ ശരിക്കും നമ്മൾ ആ ഫിലിമിൻ്റെ അകത്ത് കണ്ട പോലൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ അങ്ങനെ പതുക്കെ ഒരു ടണലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ ഉദംഗമണ്ഡലം സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇവിടെ സ്റ്റേഷനിൽ എത്തിയപ്പം തന്നെ ട്രെയിനിലെ എല്ലാ പാസഞ്ചേഴ്സും ഈ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയായിരുന്നു. ലൗഡേലിൽ നിന്ന് ഉദംഗമണ്ഡലം സ്റ്റേഷനിലോട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് ലൗഡേലിലോട്ട് പോയത്. കാരണം നമ്മുടെ വണ്ടി അവിടെ കിടക്കുവാണ്. അങ്ങനെ ഒരു 12 o'clock കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു. ഇതോടെയാണ് 3 ദിവസം ഊട്ടി ട്രിപ്പ് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.